everyone, welcome back to my channel Cook and Life. കോമൺ ആയിട്ടൊരു ട്രെൻഡിങ് നടന്നുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് യൂട്യൂബിലായാലും അതുപോലെ നമ്മൾ ഏത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എടുത്താലും പിന്നെ ടിക്ടോക്കിലായാലും ഏറ്റവും അധികം കാണുന്നത് നമ്മുടെ ഡൽഗോണ കോഫിയാണ്. അപ്പോൾ ഡൽഗോണ കോഫി മിക്കവാറും ഒരുവിധ ആൾക്കാരൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഞാൻ ആദ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഫ്ലോപ്പ് ആയിരുന്നു. ഫ്ലോപ്പ് മീൻസ് ആ റെസിപ്പിയുടെ പ്രോബ്ലം അല്ല, റെസിപ്പി കറക്റ്റ് ഫോളോ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴായാലും ഭയങ്കര കയ്പ്പായിരുന്നു ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിനെ തന്നെ ഒന്ന് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു കോഫി ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ അതിനെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് പുതിയൊരു ഡൽഗോണ കോഫിയിലൊരു സംഭവം, ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്, അളവുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലോപ്പ് ആവാണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൽഗോണ കോഫി ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളുടെ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെസ്കഫേയുടെ കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വാട്ടർ. അത് നല്ല ചൂടുള്ള വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലോട്ടാണോ നമ്മളിത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്ലാസ്സിൻ്റെ ഒരു 1/4 ഭാഗം കഴിഞ്ഞ് കുറച്ചും കൂടി നിൽക്കണ അത്രയും പാലെടുത്ത് വയ്ക്കുക. അപ്പോൾ നല്ല തണുത്ത പാലാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൂടാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ഒരു മിക്സിയിലോട്ട് മാറ്റുകയാണ്. 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാപ്പിപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ വാട്ടർ നമ്മൾ എടുത്തു വെച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഫ്ലഫി ഫോം ആവണ വരെ ബീറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റോളം എടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അത്രയുള്ള വ്യത്യാസമുള്ളൂ. നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ കോഫി ഫോം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം വരെ അടിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, നമുക്ക് ഇങ്ങനെ കിട്ടണ വരെ അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇനി നമ്മളെ ഡൽഗോണ കോഫി എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമ്മൾ സെറ്റിംഗ് ഗ്ലാസ്സിലോട്ട് ഞാൻ ഒഴിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മിൽക്ക് ഷുഗർ മിക്സ് കേട്ടോ. നമ്മൾ ഇത്രയും ഭാഗം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ തന്നെ അടിച്ച നമ്മുടെ കോഫി ഫോം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് താഴത്തോട്ട് പോവില്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ ഡൽഗോണ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സാധാരണ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് തന്നെ ജസ്റ്റ് ഒന്ന് കലക്ക ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗ്ലാസ്സിൻ്റെ പുറത്തോട്ടും അവിടേക്കും ഇവിടേക്കൊക്കെ നിറച്ചിങ്ങനെ ഒഴുകി പോകും. അപ്പോൾ നിങ്ങൾ വീട്ടിലൊറ്റയ്ക്കാണ് കുടിക്കണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഗസ്റ്റിനൊക്കെയാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബൾക്കായിട്ട് ഫോം ഇട്ട് കൊടുക്കണ്ട, കുറച്ച് താഴ്ന്ന ഗ്ലാസിൻ്റെ താഴത്തോട്ടായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ ഫോം കുറച്ച് മാറ്റിയിട്ട് മൊത്തം കലക്കാൻ പോവാണ്.
അപ്പോൾ ഞാനിവിടെ നമ്മളെ ഡൽഗോണ കോഫിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മളെ ഫോമും നമ്മളെ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ ഫോം മാത്രം കഴിക്കുമ്പോൾ ചിലപ്പോൾ ആ ഭാഗം മാത്രം നമുക്ക് നന്നായിട്ട് കഴിച്ചു പോകും. നമ്മൾ എത്ര പഞ്ചസാര ഇട്ടാലും കാപ്പിപ്പൊടിയുടെ ആ ഒരു കയ്പ്പ് നമുക്ക് തടയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പാലായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ആ കയ്പ്പ് പരമാവധി പോയിക്കോളും. പിന്നെ നമ്മൾ ഇന്നത്തെ റെസിപ്പിയിൽ പഞ്ചസാരയുടെ എമൗണ്ട് ഒക്കെ നല്ലോണം മാറ്റിയിട്ടുണ്ട്. ഉറപ്പായിട്ടും കയ്പ്പ് അനുഭവപ്പെടില്ല. അപ്പോൾ നമുക്കിത് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മളുടെ ഡൽഗോണ കോഫി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ കയ്പ്പൊക്കെ വളരെ കുറവാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്കായാലും കാപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് മധുരം കൂടിയാലും അവരത് മൈൻഡാക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ മധുരത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കും തോറും കയ്പ്പ് കൂടി കൂടി വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ എന്തായാലും മൈൻഡിലൊന്ന് വയ്ക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ കമൻറ്റ്സ് ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്ത് തരിക. ഇനിയും ഒരുപാട് നല്ല ഹോംലി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലോട്ട് വരാം. Until then, take care. Bye bye.